ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ദേവസ്വം സെക്രട്ടറി രാജമാണിക്യം സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്ന ശുപാർശയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഇന്ന് കൈവന്നിരിക്കുന്നത്. ദേവന്റെ സ്വത്തുക്കൾ സുരക്ഷിതമാണോ എന്ന ഭക്തരുടെ ആശങ്ക പരിഹരിക്കാനും ദേവസ്വം ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ ഇടപാടുകൾ സുതാര്യമാക്കാനുമാണ് ഈ ശുപാർശ. ദേവസ്വം ക്ഷേത്രത്തിലെ സ്വർണത്തിന്റെ കണക്ക് ഡിജിറ്റലൈസ് ചെയ്യണം. സ്വർണം വാങ്ങുമ്പോഴും സ്ട്രോങ് റൂമിലേക്ക് മാറ്റുമ്പോഴും ഡിജിറ്റൽ രേഖയുണ്ടായിരിക്കണം. സ്വർണം പൂശാനും പൊതിയാനും പുതിയ മാർഗരേഖ വേണം. എല്ലാ ദേവസ്വം ക്ഷേത്രങ്ങളിലും ഈ സംവിധാനം ഉണ്ടാകണമെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരന് നൽകിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരിക്കുന്നു. ക്ഷേത്രങ്ങളിൽ പുതിയ സ്വർണം സ്വീകരിക്കുമ്പോഴോ അവ സുരക്ഷിതമായി സ്ട്രോങ് റൂമിലേക്ക് മാറ്റുമ്പോഴോ അതിനുള്ള ഡിജിറ്റൽ രേഖകൾ സൂക്ഷിക്കുന്നത് നിർബന്ധമാക്കണമെന്നാണ് പുതിയ ശുപാർശ. എല്ലാ ദേവസ്വങ്ങളിലും ഈ നവീന സംവിധാനം എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. കൂടാതെ ക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങളിലും മറ്റു വസ്തുക്കളിലും സ്വർണം പൂശുന്നതിനും പൊതിയുന്നതിനുമായി തികച്ചും സുതാര്യമായ പുതിയ മാർഗരേഖ രൂപീകരിക്കണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലുള്ള ലോഹത്തിന്റെ അളവ്, തൂക്കം, പഴക്കം എന്നിവ ഡിജിറ്റലൈസ് ചെയ്യണമെന്നും സ്വർണം പൊതിയുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ഭാരനിർണയത്തിന് ശേഷം പണം കൈമാറിയാൽ മതിയെന്നും ദേവസ്വം സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഓരോ ദേവസ്വം ബോർഡിന് കീഴിലുമുള്ള ക്ഷേത്രങ്ങളുടെ ആസ്തി സംബന്ധിച്ച വിശദമായ കണക്ക് ശേഖരിച്ച റിപ്പോർട്ട് തയ്യാറാക്കും. സ്വർണം, വെള്ളി ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഭൂമി, കെട്ടിടങ്ങൾ, മറ്റ് സ്ഥിരജംഗമ ആസ്തികൾ എന്നിവയുടെ നിലവിലെ മൂല്യം തിട്ടപ്പെടുത്തും. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ദേവസ്വം ക്ഷേത്രങ്ങളുടെ ആകെ ആസ്തി മൂല്യം സംബന്ധിച്ച സമഗ്ര റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.